നമ്മുടെ ബിഗ് ബോസിൻ്റെ മണി വീക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഓരോരോ ടാസ്കുകളായിട്ടാണ് മണി വീക്ക്. അപ്പം ഇത്ര രൂപ പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ല, പല പല ടാസ്കുകളായിട്ടാണ്. അപ്പോൾ ഇത് കളിക്കരുത്, കളിക്കാനുള്ള ഒരു റൈറ്റ് തനിക്കില്ല എന്നുള്ളത് നെവിൻ അറിയാം. ഇത് ലാലേട്ടൻ നെവിനെ വാണിംഗ് ചെയ്തതാണ്, ബിഗ് ബോസ് പറഞ്ഞതാണ്. നെവിൻ്റെ അടുത്ത് കളിക്കരുതെന്ന് അനൗൺസ് ചെയ്തു. നെവിൻ എന്നിട്ട് ഇങ്ങനെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ചെയ്തത് കുറച്ച് കൂടുതലായി പോയി, നെവിന് കളിക്കാൻ പറ്റാത്തത്. എന്നാലും നെവിൻ്റെ അഹങ്കാരവും നെവിൻ്റെ ഒരു പ്രവൃത്തിക്കും ഇത്രയെങ്കിലും കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നെവിനോട് അത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടും അവിടെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയിട്ട് പൈസ ചെതറി വീടുകയാണ് ചെയ്തത്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടി ഓടിച്ചെന്ന് അത് പിറക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക്. എനിവേ ഇത് അവരെല്ലാവരും കൂടെ പിറക്കിയെടുക്കുന്നുണ്ട്. ഒരു കുറേ പൂത്തിരി പോലെ കത്തി നിൽക്കുകയാണ്. കുറേ വർണ്ണങ്ങളുള്ള പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെ ചെതറി, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മണിയും ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. അപ്പോൾ നെവിനോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടും നെവിൻ നൈസായിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാവരും കിടന്ന് അലറുന്നുണ്ട്, നെവിൻ നിനക്കിത് എടുക്കാൻ പാടില്ല, നീ ഇത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നെവിൻ ഞാനിത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ നൈസായിട്ട് അതിനകത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ടാസ്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ആയിരിക്കണം, അറിയത്തില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വെക്കാതെ ഈ രീതിയിൽ ചെയ്തത് ബിഗ് ബോസ് കൊടുത്തൊരു വലിയ ട്വിസ്റ്റ് തന്നെയായിരുന്നു. കാരണം എന്തായാലും അതിലേക്ക് നുറയ്ക്കും അവരിൽ ആരെങ്കിലും ഒരാൾ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം എല്ലാവർക്കും പൈസ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടാസ്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്.